തിങ്കളാഴ്ച നല്ല ദിവസം എന്ന ഒരു സിനിമയുണ്ട് മലയാളത്തിൽ. ഏറെ ശ്രദ്ധിക്കപ്പെട്ട ഒരു സിനിമയാണത്. ഒരു KSRTC ബസ്. ആ KSRTC ബസ്സിൽ യാത്ര ചെയ്യുന്ന നിരവധി പേർ. അതിലെ മുൻചുണ്ടിക്കാരനായിട്ടുള്ള കണ്ടക്ടറുടെ വേഷം അഭിനയിച്ചിട്ടുള്ള ഭരത് ഗോപി, ഒപ്പം നിരവധി മലയാള സിനിമയിലെ കഥാപാത്രങ്ങളൊക്കെ അതിൽ വലിയ വേഷം ചെയ്തിട്ടുണ്ട്. ഒപ്പം ആ ബസ് യാത്രക്കിടയിലുണ്ടാവുന്ന സംഘർഷമൊക്കെ ചേരുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു സിനിമയാണ് തിങ്കളാഴ്ച നല്ല ദിവസം എന്ന് പറയുന്നത്. ഒപ്പം തന്നെ മലയാള സിനിമയിലെ മറ്റൊരു സിനിമ ഓർഡിനറി എന്നുള്ള സിനിമയാണ്. ഓർഡിനറി എന്നുള്ള സിനിമയിൽ ബിജു മേനോനും അതേപോലെ ഈ കഴിഞ്ഞ ദിവസം അന്തരിച്ച നമ്മുടെ പ്രിയപ്പെട്ട സലീം കുമാറും ഒക്കെ പ്രധാനപ്പെട്ട വേഷങ്ങൾ ചെയ്തിരുന്നു. എന്തായാലും ഓർഡിനറി എന്നുള്ള വാക്ക് ഇപ്പോൾ വളരെ പ്രധാനപ്പെട്ട ഒരു വാക്കായിട്ട് കേരളത്തിൽ ചർച്ച ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. ആനവണ്ടി എന്നൊക്കെ വിശേഷിപ്പിക്കപ്പെടുന്ന KSRTCയിലെ പ്രധാനപ്പെട്ട വാഹനങ്ങളിലൊന്നാണ് ഓർഡിനറി ആയിട്ടുള്ള KSRTC വാഹനം. അതിൽ ഇനി തിങ്കളാഴ്ച മുതൽ സൗജന്യ യാത്ര സ്ത്രീകൾക്ക് ലഭിക്കാൻ പോവുകയാണ്. ഈ വാർത്തകൾക്കെല്ലാം ഇടയിൽ മറ്റൊരു ഡ്രൈവർ, അത് സ്ത്രീയല്ല, ഒരു പുരുഷനായിട്ടുള്ള ഡ്രൈവർ ഇപ്പോൾ വാർത്തകളിൽ നിറയുകയാണ്. തിരുവനന്തപുരം മുൻ മേയർ CPM നേതാവായിട്ടുള്ള യുവ നേതാവായിട്ടുള്ള ആര്യ രാജേന്ദ്രനുമായിട്ട് തർക്കത്തിലേർപ്പെട്ടതിനെ തുടർന്ന് KSRTCയിൽ നിന്ന് പുറത്താക്കപ്പെട്ട ഡ്രൈവർ യദുവിന് ജോലി നൽകാൻ തീരുമാനിച്ചിരിക്കുന്നു VD സതീശന്റെ സർക്കാർ. നിയമസഭയിലെ കാര്യങ്ങൾക്കുള്ള ഡ്രൈവറായി ദിവസവേതന അടിസ്ഥാനത്തിൽ യദുവിനെ നിയമിച്ചിരിക്കുന്നതിൻ്റെ വിവരങ്ങൾ നൽകുന്നു തിരുവനന്തപുരത്ത് നിന്ന് അപർണ KS. ബനീഷ്, മുൻ മേയർ ആര്യ രാജേന്ദ്രനുമായി നടു റോഡിൽ വെച്ചുണ്ടായ തർക്കത്തെ തുടർന്ന് KSRTCയിൽ നിന്നും പുറത്താക്കപ്പെട്ട താൽക്കാലിക ഡ്രൈവറായിരുന്ന യദുവിനാണ് ഇപ്പോൾ കേരള നിയമസഭയിൽ ദിവസവേതന അടിസ്ഥാനത്തിൽ ഡ്രൈവറായി നിയമനം ലഭിച്ചിരിക്കുന്നത്. ജോലിയിൽ തിരിച്ചെടുക്കണമെന്ന് ആവശ്യപ്പെട്ട് അദ്ദേഹം മുൻ സർക്കാരിന്റെ കാലം മുതൽ തന്നെ ഗതാഗത മന്ത്രിക്കും മറ്റുമൊക്കെ പരാതി നൽകിയിരുന്നു. എന്നാൽ അതിൽ യാതൊരുവിധ നടപടിയും അന്നത്തെ സർക്കാർ സ്വീകരിച്ചിരുന്നില്ല. ഇന്നിപ്പോൾ ഇത് UDF സർക്കാർ അധികാരത്തിലെത്തിയപ്പോൾ യദുവിന് നിയമസഭ വേതന അടിസ്ഥാനത്തിൽ ഇപ്പോൾ താൽക്കാലിക ഡ്രൈവറായി നിയമനം ലഭിച്ചിരിക്കുകയാണ്. ചാണ്ടി ഉമ്മൻ MLA ആണ് ഇതിന് മുൻകൈ എടുത്തതും സ്പീക്കർക്ക് നിവേദനം നൽകിയതും. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ ഡ്രൈവറായിട്ട് ഇപ്പോൾ യദുവിനെ തിരിച്ച് എടുത്തിരിക്കുന്നത്. ആര്യ രാജേന്ദ്രൻ കൗൺസിലറായി ഇരുന്ന സമയത്ത് വെച്ചായിരുന്നു പാളയത്ത് വെച്ച് മുൻ ആര്യ രാജേന്ദ്രനും യദുവും തമ്മിൽ ഒരു തർക്കം ഉണ്ടാകുന്നു. ആര്യ രാജേന്ദ്രന്റെ ഔദ്യോഗിക വാഹനത്തിന് സൈഡ് കൊടുക്കാത്തതിനെ ചൊല്ലിയുണ്ടായ തർക്കം ആണ് ഇവർ തമ്മിലുള്ള വാക്കേറ്റം ഒരു സംഘർഷ അവസ്ഥയിലേക്ക് തന്നെ എത്തുന്ന ഒരു സ്ഥിതിയൊക്കെ ഉണ്ടായിരുന്നു. അന്ന് അതിനെ ചൊല്ലി ആര്യ രാജേന്ദ്രൻ ഒരു കേസ് നൽകുന്ന ഒരു സ്ഥിതി ഉണ്ടായിരുന്നു. അതിനെ തുടർന്നാണ് യദുവിന് ജോലി നഷ്ടപ്പെട്ടത്. യദു ആ സമയത്ത് പോലീസിൽ പരാതി നൽകിയിരുന്നു. എന്നാൽ പോലീസ് അതിൽ യാതൊരു നടപടിയും സ്വീകരിച്ചില്ല. തുടർന്ന് യദു കോടതിയിലടക്കം പോയതിനെ തുടർന്ന് ആര്യ രാജേന്ദ്രനും ഭർത്താവ് സച്ചിൻ ദേവിനുമെതിരെ പോലീസ് നടപടി സ്വീകരിക്കുന്ന അല്ലെങ്കിൽ കേസെടുക്കുന്ന ഒരു സാഹചര്യമൊക്കെ ഉണ്ടായിരുന്നു. അന്നും നിരവധി തവണ ഇത്തരത്തിൽ തന്നെ തിരിച്ചെടുക്കണമെന്ന് യദു പലതവണ ഗതാഗത മന്ത്രിക്ക് അടക്കം നിവേദനം നൽകിയിരുന്നു. എന്നാൽ അതിൽ യാതൊരുവിധ നടപടിയും അന്നത്തെ സർക്കാർ സ്വീകരിച്ചിരുന്നില്ല. ഇന്നിപ്പോൾ UDF സർക്കാർ അധികാരത്തിലെത്തുമ്പോൾ യദുവിന് ഡ്രൈവറായിട്ട് ഇപ്പോൾ നിയമസഭയിലെ താൽക്കാലിക ഡ്രൈവറായിട്ടാണ് ഇപ്പോൾ നിയമനം ലഭിച്ചിരിക്കുന്നത്. ബനീഷ്, ശരി, നിയമസഭയിലെ താൽക്കാലിക ഡ്രൈവർ എന്നൊക്കെ പറയുമ്പോൾ എന്തൊക്കെയായിരിക്കും അദ്ദേഹത്തിൻ്റെ ഡ്യൂട്ടി, ഏതൊക്കെ സമയത്തായിരിക്കും വാഹനം ഓടിക്കേണ്ടി വരിക എന്നതടക്കമുള്ള കാര്യങ്ങൾ ഇനിയുള്ള ദിവസങ്ങളിലാണ് അറിയാൻ കഴിയുകയല്ലേ, അതോ ഇപ്പോൾ തന്നെ വ്യക്തമാണോ? നിയമസഭയിലെ താൽക്കാലിക ഡ്രൈവർ എന്ന നിലയിൽ MLA ഹോസ്റ്റലിൽ നിന്നും MLA-മാരടക്കമുള്ളവരെയും മറ്റു ഉദ്യോഗസ്ഥരെയും ഒക്കെ ഈ നിയമസഭാ സമ്മേളനം നടക്കുന്ന വേളയിൽ അവിടെ അതിനായി പ്രത്യേകം ക്രമീകരിച്ചിരിക്കുന്ന ഒരു ബസ്സുണ്ട്. അതിന്റെ ഡ്രൈവറായിട്ടാണ് ഇപ്പോൾ നിയമനം ലഭിച്ചിരിക്കുന്നതെന്നാണ് നമുക്ക് ആദ്യമായിട്ട് ലഭിക്കുന്ന വിവരങ്ങൾ. സ്വാഭാവികമായിട്ടും അപ്പോൾ ആര്യ രാജേന്ദ്രനും യദുവുമായി തർക്കമുണ്ടായ വേളയിൽ ആര്യ രാജേന്ദ്രന്റെ ഒപ്പം നിൽക്കുകയും യദുവിനെതിരെ രൂക്ഷ വിമർശനം ഉന്നയിക്കുകയും ചെയ്ത ചിലരെങ്കിലും പ്രതിപക്ഷത്ത് ഇപ്പോൾ MLA-മാരായിട്ടുണ്ട്. ആ MLA-മാർക്ക് കൂടി യദു ഓടിക്കുന്ന വാഹനത്തിൽ കയറിയിരുന്ന് നിയമസഭയിലേക്ക് പോകേണ്ടി വരും എന്ന് ഇപ്പോൾ മുൻകൂട്ടി പറയേണ്ടി വരുന്നു. അപർണ KS ആണ് വിവരങ്ങൾ നൽകിയത്.